ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സർവാശ്രയേ വിമല ശുഭ്രകുശേശയസ്തേ സമ്പൂർണമോദ കരപങ്കജചാരുനേത്രേ ചിന്താമണി സരസിജാതി മനോജ്ഞപാണേ ദാസി സദാമയി ദയാം കുരു ചാരുശീലേ. പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആത്മസഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം 112 ഭാഗം അവതരണം. മുമ്പോട്ട് പോകട്ടെ. ഒരു ദിവസം ഗുരുദേവൻ പർണശാലയിൽ നിന്നിറങ്ങി ശിവഗിരിയുടെ താഴ്വാരത്തുള്ള തോടിന് സമീപത്തെത്തി. 2-3 സന്യാസിമാരും ചില അന്തേവാസികളും അവിടെ ഉണ്ടായിരുന്ന ഏതാനും ഭക്തജനങ്ങളും അപ്പോൾ ഗുരുദേവനെ അനുഗമിച്ചു. പാലത്തിനടുത്തായി തയ്യാറാക്കി നിർത്തിയിരുന്ന റിക്ഷാവണ്ടിയിൽ ഗുരുദേവൻ കയറിയിരുന്നു. തീവണ്ടിയിൽ തിരുവനന്തപുരത്തേക്ക് പോകുന്നതിനായി വർക്കല റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിനായിട്ടാണ് ഗുരുദേവൻ റിക്ഷായിൽ കയറി ഇരുന്നത്. 2 പേർ ചേർന്ന് ആ റിക്ഷാവണ്ടി വലിച്ചുകൊണ്ടുപോയി. സന്യാസിമാരാകട്ടെ ആ റിക്ഷാവണ്ടിയെ പിന്തുടർന്നുകൊണ്ട് നടക്കുകയും ചെയ്തു. ഇടതൂർന്നു വളർന്നു നിന്നിരുന്ന മരങ്ങൾക്കും കുറ്റിക്കാടുകൾക്കും ഇടയിലൂടെയായിരുന്നു വഴി. കയറ്റം കയറി റിക്ഷ വർക്കലയിലെ റെയിൽവേ പാളം മുറിച്ച് കടക്കേണ്ട സ്ഥലത്തെത്തി. അപ്പോൾ തിരുവനന്തപുരത്തേക്കുള്ള തീവണ്ടി സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട് അതുവഴി കടന്നു പോവുകയായിരുന്നു. അന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് ദിവസത്തിൽ 2 തീവണ്ടിയെ ഉണ്ടായിരുന്നുള്ളൂ. അതറിയാമായിരുന്ന ഒരു സന്യാസി ആ തീവണ്ടി കടന്നു പോകുന്നത് കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു: ഇനി അടുത്ത ദിവസമേ തിരുവനന്തപുരത്തേക്ക് തീവണ്ടിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് മഠത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകാം. അത് കേട്ട് റിക്ഷാവണ്ടി വലിച്ചിരുന്നവർ ഗുരുദേവനെ ഇനി എന്തു വേണമെന്ന അർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി. മുമ്പോട്ട് പോകട്ടെ, ഗുരുദേവൻ കൽപ്പിച്ചു. അങ്ങനെ റിക്ഷാവണ്ടി വർക്കല റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ അവർ വലിച്ചുകൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ നിമിഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തേക്ക് പോയി കഴിഞ്ഞിരുന്ന ആ തീവണ്ടി നേരത്തെ പോകേണ്ടതായിരുന്നുവെന്ന് മനസ്സിലായി. മാത്രമല്ല, ഗുരുദേവൻ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുവാൻ ഉദ്ദേശിച്ചു വന്ന തീവണ്ടി വരാറാകുന്നതേ ഉള്ളുവെന്നും അവർക്ക് മനസ്സിലായി. എല്ലാവരും അത്ഭുതപ്പെട്ടു നിന്നു. ഗുരുദേവൻ യാതൊരു ഭാവഭേദവും കൂടാതെ റിക്ഷായിൽ നിന്നും ഇറങ്ങി സ്റ്റേഷനിലെ ഒരു ബെഞ്ചിൽ ചെന്നിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്തേക്കുള്ള തീവണ്ടി വന്നു. സ്റ്റേഷനിൽ നിന്ന്
അതിൽ കയറി ഗുരുദേവൻ യാത്രയായി. അവതാരവരിഷ്ടം സർവാനുഗ്രഹദായിനം നാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഗുരുദേവ കഥാസാഗരം മുമ്പോട്ട് പോകട്ടെ. അവതരണം ഗുരു തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.